എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി മെറിറ്റ് കോട്ട, സ്പോർട്സ് കോട്ട ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള അഡ്മിഷൻ അവസാനിച്ചു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വെബ്സൈറ്റിൽ നിന്നും കാൻഡിഡേറ്റ് ലോഗിൻ SWS, കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നിങ്ങനെയുള്ള ലിങ്കുകളൊക്കെ നിലവിൽ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന കാര്യമാണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ളതും, അതുപോലെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയെങ്കിലും ഇഷ്ടമുള്ള സ്കൂളോ കോഴ്സോ കിട്ടിയിട്ടില്ല, അങ്ങനെയെങ്കിൽ ഹയർ ഓപ്ഷൻ നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ആയിട്ട് ലഭിക്കുമോ എന്നുള്ള കാര്യവും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അപ്പോൾ ആ ഒരു സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുന്നതാണ്. കാരണം മുൻ വർഷങ്ങളിലും പല വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടും, പക്ഷേങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടാറില്ല. അതുപോലെ ട്രയലിലും ഫസ്റ്റിലും അലോട്ട്മെൻറ്റ് കിട്ടാറുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും പക്ഷേങ്കിൽ ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ ഒക്കെയാണ് കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ, ചില വിദ്യാർത്ഥികൾ പെർമനൻ്റ് എടുത്തിട്ടുണ്ടാകും, ചില വിദ്യാർത്ഥികൾ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഓപ്ഷൻസ് നിങ്ങളുടെ ആ ഒരു ലിസ്റ്റിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതായിരിക്കും. അത് പല വിദ്യാർത്ഥികളും പറഞ്ഞൊരു കാര്യമായിരുന്നു, ഫുൾ A+ ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടുന്നതാണ്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് കിട്ടാറില്ല. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു, അതായത് നിങ്ങൾക്കിപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ വെച്ച ഓപ്ഷൻസ്, അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സാധ്യത സംബന്ധിച്ചുള്ള കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ WGPA അനുസരിച്ചിട്ടാണ്. അതായത് നിങ്ങൾ വെക്കുന്ന സ്കൂള്, അതുപോലെ നിങ്ങൾ വെക്കുന്ന ഓപ്ഷൻസ്, അതുപോലെ തന്നെ നിങ്ങൾ വെച്ച കോഴ്സിന് എത്ര വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷ വെക്കുന്ന സ്കൂളിൽ ആ ഒരു കോഴ്സിനുള്ള ഡിമാൻഡ് എത്രയാണ്, ഈ ഒരു കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ റാങ്ക് കാര്യങ്ങളും ഒക്കെ അനുസരിച്ചിട്ടാണ്, അതായത് WGPA ഒക്കെ അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു കാര്യം പറയാൻ സാധിക്കുള്ളൂ. കാരണം WGPA അനുസരിച്ച് കൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു മാർക്ക്, അതായത് WGPA അനുസരിച്ചിട്ടാണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുക. കാരണം ഇതിൻ്റെ മാക്സിമം സ്കോർ എന്ന് പറയുന്നത് ഈ ഒരു 9 പോയിൻറ്റ്, അതിനുശേഷം 7 സ്ഥാനം എടുക്കും. അതായത് ഇപ്പോൾ 9.1, 2, 3, 4, 5, 6 ഈ ഒരു രീതിയിലാണെങ്കിൽ അങ്ങനെ 7 സ്ഥാനം വരെ എടുക്കും. അപ്പോൾ ഈ ഒരു 7 സ്ഥാനത്തിനിടയ്ക്ക് ചെറിയ ആ ഒരു മാറ്റത്തിൽ തന്നെ നിങ്ങളുടെ റാങ്ക് തന്നെ വ്യത്യസ്തപ്പെടും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഇൻഡെക്സ് മാർക്കല്ല, ഈ ഒരു WGPA കാൽക്കുലേറ്റ് ചെയ്ത് റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഓരോ സ്കൂളിലെയും ഓരോ കോഴ്സിലേക്കും സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റുകളാണ് ഉണ്ടാവുക, അതായത് സെപ്പറേറ്റ് റാങ്കാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു സ്കൂളിലെ തന്നെ ഒരു കോഴ്സിലേക്ക് നിരവധി വിദ്യാർത്ഥികളാണ് അപേക്ഷിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവരുടെ റാങ്കൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എനിക്കിപ്പോൾ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്, അതായത് 5ാമത്തെ ഓപ്ഷനാണ് എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ എനിക്ക് എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു നിലവിൽ കിട്ടിയ അതേ സ്കൂളിൽ വീണ്ടും അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ളത്, അതായത് നിങ്ങൾ ഇപ്പോൾ ടെമ്പററി അഡ്മിഷൻ എടുത്ത് 5ാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ ഒരു സ്കൂളിൽ ബയോളജി സയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിലും അതേ ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടുമോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും കിട്ടില്ല. കാരണം സെയിം സ്കൂളിൽ നിങ്ങൾക്ക് വീണ്ടും അഡ്മിഷൻ തരേണ്ട ഒരു ആവശ്യമില്ല. കാരണം അവിടെ നിങ്ങൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ, അതായത് ഹയർ ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഹയർ ഓപ്ഷൻസിനെ മാത്രമേ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ കൺസിഡർ ചെയ്യുള്ളൂ. നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ പ്രത്യേകിച്ച് പുതിയ ഓപ്ഷനൊന്നും വന്നിട്ടില്ല, അതായത് പുതിയ ഓപ്ഷൻസിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസിൻ്റെ ഭാഗത്ത് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് നോ ചേഞ്ച്ഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ്, അതുപോലെ ഏത് കോഴ്സിൽ ഏത് സ്കൂളിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എന്നിങ്ങനെയുള്ള വിശദ വിവരങ്ങൾ അതിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സ്കൂളിലാണ് നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് ഒരു
ഉദാഹരണത്തിന് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു സ്കൂൾ കിട്ടുകയാണെങ്കിൽ ആദ്യം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത സ്കൂളിൽ പെർമനൻറ്റ് അഡ്മിഷൻ ആക്കാൻ പറ്റുമോ എന്നുള്ളത്. ഒരിക്കലും സാധിക്കുന്നതല്ല. കാരണം നിങ്ങൾക്ക് പുതുതായിട്ടൊരു കോഴ്സ് കിട്ടുമ്പോൾ, അതായത് ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ 3, 4, 5 അതായത് നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ ഉൾപ്പെടെ ഡിലീറ്റ് ആവുകയും പിന്നീട് പുതുതായിട്ട് ഏത് സ്കൂളിലാണോ അലോട്ട്മെൻറ്റ് ലഭിച്ചത് ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇഷ്ടമില്ലാത്ത ഓപ്ഷനാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും കിട്ടിയിട്ടുള്ളത്, അങ്ങനെയെങ്കിൽ ആ ഒരു കോഴ്സിനെ മാറ്റാൻ സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു ഉദാഹരണം പറയുകയാണ്, അതായത് നിങ്ങൾക്കിപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളത്. രണ്ടാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പെർമനൻ്റ് ആണോ ടെമ്പററി ആയിട്ടാണോ എടുക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ആ ഒരു സമയത്ത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. കാരണം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സാധാരണ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം വരാറുണ്ട്. അങ്ങനെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കോഴ്സാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയാലും നിങ്ങൾ എന്ത് കാര്യം കൊണ്ടാലും നിങ്ങൾ ആ ഒരു സ്കൂളിൽ നിങ്ങൾ പെർമനൻ്റായിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. കാരണം ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റുമെന്നുള്ള അറിയില്ല. അതപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ ഇരിക്കുക. അപ്പോൾ അഥവാ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ, സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതാണ്. അതായത് ഒരു ഉദാഹരണം പറയാം, ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. ആ ഒരു വിദ്യാർത്ഥിക്ക് 2ാമത്തെ ഓപ്ഷനാണ് വേണ്ടത്. പക്ഷേങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 3ാമത്തെ ഓപ്ഷനാണ്. ആ ഒരു 3ാമത്തെ ഓപ്ഷൻ ആ ഒരു വിദ്യാർത്ഥിക്ക് ഇഷ്ടമല്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങളെ അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങൾ ചെയ്യേണ്ടത് പിന്നീട് അതായത് തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ആ ഒരു സ്കൂളിൽ നിങ്ങൾ പെർമനൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ അഡ്മിഷൻ നേടിയ ശേഷം പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് സെക്കൻഡ് അല്ല തേർഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് പരിഗണിച്ച് നിങ്ങൾക്ക് അതിലേക്ക് അലോട്ട്മെൻറ്റിനുള്ള അവസരം ഉണ്ടായിരിക്കും. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് ട്രാൻസ്ഫർ ആണ് വരുന്നത് എന്ന് കരുതുക. അങ്ങനെ ട്രാൻസ്ഫർ ആണ് വരുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. അങ്ങനെ പെർമനൻറ്റ് അഡ്മിഷൻ നേടുകയും പിന്നീട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ വരുന്ന സമയത്ത് ആ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്കൂൾ മാറ്റത്തിനുള്ള അവസരം ലഭിക്കുമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് പരിശോധിക്കാം. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, എനിക്കിപ്പോൾ 2ാമത്തെ അല്ല അതായത് ഒരു 5ാമത്തെ ഓപ്ഷൻ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടി, പക്ഷേങ്കിൽ ഞാൻ ഹയർ ഓപ്ഷൻസ് ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല. അവിടെ ഞാൻ 5ാമത്തെ ഓപ്ഷൻ കിട്ടിയ സ്കൂളിൽ പോയിട്ട് പെർമനൻ്റ് ആയിട്ടാണ് അഡ്മിഷൻ എടുത്തു പോയിട്ടുള്ളത്. അപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റിൽ എൻ്റെ ഓപ്ഷൻസ് മാറുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പെർമനൻ്റ് ആയാലും ടെമ്പററി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ഹയർ ഓപ്ഷൻസ് അതായത് നിങ്ങൾക്കിപ്പോൾ കിട്ടിയ ഓപ്ഷൻ്റെ മുകളിലായിട്ട് മറ്റു ഓപ്ഷനുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പെർമനൻ്റ് ആണ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളെ അടുത്ത അലോട്ട്മെൻറ്റിന് കൺസിഡർ ചെയ്യുകയും നിങ്ങൾക്ക് അഥവാ ഒരു ഓപ്ഷൻ 2ാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഇവിടുത്തെ പെർമനൻറ്റ് അഡ്മിഷൻ ക്യാൻസൽ ആവുകയും പിന്നീട് പുതിയ സ്കൂളിൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് കരുതി പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പെർമനൻ്റ് ആണോ ടെമ്പററി ആയിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടി വരിക എന്നത് സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ നിങ്ങളെ ആ ഒരു സമയത്ത് അറിയിക്കുന്നതാണ്. കാരണം ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ പെർമനൻ്റ് അഡ്മിഷനും, അതിനുശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഇല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് തന്നെ തുടരുന്നതിനും സാധിക്കും. അപ്പോൾ നിങ്ങളെ ആ ഒരു വിവരം ആ ഒരു സമയത്ത് അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.